സ്വന്തം കൊട്ടാരവും അളവറ്റ സമ്പാദ്യങ്ങളും സഹിതം അല്ലാഹു ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിയ കാറൂണിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ബനൂ ഇസ്രായേൽ വംശജനായിരുന്ന അദ്ദേഹം മൂസാ നബിയുടെയും ഫിറൗന്റെയും കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ദൈവം കനിഞ്ഞു നൽകിയ ഐശ്വര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു കാറൂൺ. എന്നാൽ സമ്പന്നനായി എന്ന ഒറ്റക്കാരണത്താൽ സ്വന്തം ജനതയോട് അതിക്രമം കാണിക്കാനും അതിരുകടന്ന അഹങ്കാരത്തോടെ ഭൂമിയിൽ വിഹരിക്കാനുമാണ് അദ്ദേഹം തുനിഞ്ഞത്. കാറൂണിന്റെ ഈ ചരിത്രം വരും തലമുറകൾക്ക് പാഠമായി മാറുന്ന രീതിയിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കുന്നുണ്ട്. തുടക്കത്തിൽ മൂസാ നബിയുടെ അനുയായികളിൽ ഒരാളായിരുന്നു കാറൂൺ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം പാടെ മാറിപ്പോയി. ആ കാലഘട്ടത്തിലെ ധർമ്മിഷ്ഠരായ പണ്ഡിതന്മാർ പലപ്പോഴും അദ്ദേഹത്തെ സന്ദർശിക്കുകയും സതുപദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അവർ പറയുമായിരുന്നു, കാറൂൺ, നിനക്ക് ഇത്രയധികം സമ്പത്ത് നൽകി അനുഗ്രഹിച്ച അല്ലാഹുവിനോട് നീ നന്ദിയുള്ളവനായിരിക്കണം. നിന്റെ പരലോക ജീവിതം ധന്യമാക്കണമെങ്കിൽ ഈ ധനം സൽവഴികളിൽ ചെലവഴിക്കുകയും ജനങ്ങളോട് ദയ കാണിക്കുകയും ചെയ്യുക. എന്നാൽ ആ ഉപദേശങ്ങളെയെല്ലാം പുച്ഛിച്ചുതള്ളിക്കൊണ്ട് അഹങ്കാരത്തോടെ അദ്ദേഹം മറുപടി നൽകി, ഇതൊന്നും അല്ലാഹു എനിക്ക് തന്നതല്ല. മറിച്ച് എന്റെ കഠിനാധ്വാനവും അറിവും ബുദ്ധിയും കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. അല്ലാഹുവിനെ മറന്ന അഹങ്കാരം അതിരുകടന്നപ്പോൾ കാറൂണിനെ തേടി ദൈവത്തിന്റെ ശിക്ഷയെത്തി. ലോകർക്ക് മുഴുവൻ വലിയൊരു താക്കീതായി മാറുന്ന വിധത്തിൽ കാറൂണിനെയും അവന്റെ വിസ്മയിപ്പിക്കുന്ന കൊട്ടാരത്തെയും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഭൗതികമായ സമ്പാദ്യങ്ങളൊന്നും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിച്ചില്ല.